കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ പഞ്ചായത്ത് LDFന്റെ ശക്തിദുർഗമാണ്. ഈ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടാനുള്ള തയ്യാറെടുപ്പിലാണ് LDF സ്ഥാനാർത്ഥികൾ. PV കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോടിൻ്റെ ഗ്രാമീണ മേഖലയായ മേപ്പയൂരിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ LDFന്റെ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും LDF വിജയിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ് മേപ്പയൂർ. ഇവിടെ മേപ്പയൂർ നിലനിർത്തുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെയാണ് LDF ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ 5 സ്ഥാനാർത്ഥികൾ, 5 വാർഡുകൾ മത്സരിക്കുന്ന 5 സ്ഥാനാർത്ഥികളുണ്ട്. ഇവർ വളരെ പെട്ടെന്ന് ഇവരുടെ വികസനാശയങ്ങളും ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കും. നമസ്കാരം, പേരെന്താണ്? MP സുബീറ. സുബീർ, ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? മേപ്പയൂർ പഞ്ചായത്തിലെ 14-ാം വാർഡ്. എങ്ങനെയുണ്ട് നാട്ടുകാരുടെ പ്രതികരണം? നാട്ടുകാർക്കെല്ലാം നല്ല പ്രതികരണ. ഇത്രയും സന്തോഷം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും നല്ല സ്നേഹമാണ്, നല്ല പ്രതികരണമാണ്. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് സിന്ധു. ഏത് വാർഡിലാണ്? മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതികരണം? നല്ല പ്രതികരണം തന്നെയാണ്. വാർഡ് എപ്പോഴും നമുക്ക് LDFന് ഒപ്പം തന്നെയാണ് ഉണ്ടാകാറുള്ളത്. ചേട്ടൻ്റെ പേര്? രാജീവൻ. 15-ാം വാർഡിൽ മത്സരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല. കാരണം 9 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സർക്കാരിനുള്ള ഒരു അംഗീകാരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് വളരെ വിജയപ്രതീക്ഷയിലാണ് ഈ 3 സ്ഥാനാർത്ഥികളിൽ 2 പേർ കൂടി നമ്മോടൊപ്പം ഉണ്ട്. പേരെന്താണ്? വാർഡ് ഏതാണ്? ടീച്ചിന. ഞാൻ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് നെടുമ്പോയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ എന്നുള്ളതാണ്. നമ്മൾ വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഒരു മടിയുമില്ല. എന്നാൽ അപാലവൃദ്ധം ജനങ്ങൾ നമ്മുടെ സർക്കാരിനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഈ തെരഞ്ഞെടുപ്പും മേപ്പയൂർ പഞ്ചായത്ത് ഞങ്ങൾ പിടിക്കുന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അതുപോലെ തന്നെ എൻ്റെ വാർഡായ നെടുമ്പോയിലും കോൺഗ്രസിൻ്റെ ലീഡുള്ള ഒരു വാർഡാണ്. 10 വർഷമായിട്ട് അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചതാണ്. അത് ഈ വർഷവും തിരിച്ചു പിടിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. എൻ്റെ പേര് KV ഉഷ. 13-ാം വാർഡ് മാമ്പോയിലാണ്. പുതിയൊരു വാർഡാണ്. നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. എന്ന് വെച്ചാൽ അവിടെ എത്തിയപ്പം അവിടെയുള്ള ആൾക്കാരും പിന്നെ മഹിളകളൊക്കെ നല്ല പ്രതികരണമാണ് എനിക്ക് ഇതുവരെ ഉണ്ട്. വലിയ സ്വീകരണമാണ്. എല്ലാം നല്ല സ്വീകരണമാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കൂടെ വരാനും. എല്ലാവരും യുവാക്കളും നന്നായിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ ആവേശകരമായ രീതിയിലാണ് ഇവിടുത്തെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ മുന്നേറുന്നത്. സ്ഥാനാർത്ഥികളൊക്കെ നമ്മോട് വളരെ ചുരുക്കം വാക്കുകളിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മേപ്പയൂർ വീണ്ടും ഇടതുപക്ഷം തന്നെ പിടിക്കും, ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ നിന്നും സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത്. ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം കോഴിക്കോട് നിന്നും PV കുട്ടൻ.